ഹായ് മക്കളെ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് എക്കണോമിക് ലോ ഡിസ്പാച്ചിന്റെ ന്യൂമറിക്കൽ ആണ്. പവർ സിസ്റ്റം 2ന്റെ 5th മൊഡ്യൂൾ എസ്എ ക്വസ്റ്റ്യൻ 10 മാർക്സിന്റെ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ന്യൂമറിക്കൽ ചെയ്യാൻ പോകുന്നത്. 2 വീഡിയോ ആയിട്ട് 2 ന്യൂമറിക്കൽ ചെയ്യാട്ടോ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്, വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നത് മിസ്സേ പവർ സിസ്റ്റം 2ന്റെ ഒന്ന് പാസ് ആവാനുള്ള ക്വസ്റ്റ്യൻസ് ഇടാമോന്നുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു പവർ സിസ്റ്റത്തിന്റെ 10 വീഡിയോസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് മൊഡ്യൂൾ 1, 2, 3ലുള്ള എസ്എ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോസ് കണ്ടിട്ട് കമ്മിങ് എക്സാമിന് 19 ഡിസംബർ 2024 സ്പെഷ്യൽ സപ്ലി പവർ സിസ്റ്റം 2ന്റെ എക്സാമിന് വേണ്ടി എന്റെ ഈ വീഡിയോസ് കണ്ട് പ്ലേലിസ്റ്റ് നോക്കി പഠിക്കുന്നവര് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. പ്ലേലിസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻസ് 5 മൊഡ്യൂൾസിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് കിട്ടുവേ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നോക്കിക്കോടാ. മിസ് ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ദ എക്കണോമിക് ലോ ഡിസ്പാച്ച് ഓഫ് ജനറേറ്റർ ഫോർ എ ടോട്ടൽ ഡിമാൻഡ് ഓഫ് 850 മെഗാവാട്ട്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ടോട്ടൽ ഡിമാൻഡ്, ആ ജനറേറ്റേഴ്സിന്റെ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 850 മെഗാവാട്ട് ആണ്. The fuel cost functions are F1 of P, F2 of P and F3 of P. 3 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ F1 of P is equal to 459.6.48 P1 plus 0.00128 P1 square, and F2 of P is equal to 310 plus 7.85 P2 plus 0.00194 P2 square, and F3 of P is equal to 78 plus 7.97 P3 plus 0.00482 P3 square എന്ന് കൊടുത്തിട്ടുണ്ട്. And having an optimization conditions for these 3 generators അല്ലെ, P1 നും P2 നും P3 എന്നും പറഞ്ഞിട്ട് 3 കണ്ടീഷൻസ് കണ്ടിട്ടുണ്ടാവും. ആ കണ്ടീഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ. ക്ലിയർ? ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ. അപ്പൊ ഈ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻസ് മിനിമം വാല്യൂ ടു മാക്സിമം വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വരുമ്പോ നമുക്ക് കിട്ടാനുള്ള ഓരോ ജനറേറ്റേഴ്സിന്റെ മെഗാവാട്ട് അല്ലെങ്കിൽ ഓരോ ജനറേറ്റേഴ്സിന്റെയും ഡിമാൻഡ് എന്ന് പറയുന്നത് ലൈസ് ഇൻ ബിറ്റ്വീൻ ദീസ് വാല്യൂസ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ 3 വാല്യൂസ് ലൈ ചെയ്ത് അതിന്റെ സം ആയിരിക്കും 850 മെഗാവാട്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് 850 മെഗാവാട്ട് ഇല്ലേ, അത് ഈ 3 ജനറേറ്ററും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 850 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് we have to find out the values for P1, P2, P3 and all these values are lies in between this എന്താ മിനിമം ടു മാക്സിമം ലിമിറ്റിലാണ് അല്ലെ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി മിസ് ഇപ്പൊ ഇവിടെ നടുക്കൊരു ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാ ഇത് വലിയ ന്യൂമറിക്കലാ, ഒരുപാട് ചെയ്ത് പോകാനുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ ബേസ് ചെയ്താണ് സ്റ്റെപ്സ് ഫോർവേഡായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബേസിക് കാര്യം ഞാൻ ഇപ്പൊ ഇവിടെ എഴുതും. അത് കഴിഞ്ഞ് ഫുൾ കാൽക്കുലേഷൻസ് ഇങ്ങോട്ട് ചെയ്യും. കാൽക്കുലേഷൻ തന്നെയാണ്, അതിൽ ബേസിക്സ് ആയിട്ട് ആദ്യം എടുക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്ന് പറയുന്നത് dFi by dPi is equal to lambda. ലാംഡ ഇറ്ററേഷൻ മെത്തേഡ് അടുത്ത ന്യൂമറിക്കൽ ചെയ്യും. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഈ dFi by, അതായത് ഈ എഫ് എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു ജനറേറ്റർ P1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ ലാംഡ എന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ജനറൽ ഇക്വേഷൻ ആയിട്ട് എഴുതാം dFi by dPi is equal to lambda. ഇനി എന്താണ് ഐ ഇസ് ഈക്വൽ ടു ഐട്രേറ്റ് ചെയ്താൽ മതി. 1, 2, 3 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? dF1 ഞാൻ ഇങ്ങോട്ട് എഴുതിയ കാണാൻ പറ്റുമോ? ഇപ്പൊ ആദ്യത്തെ കണ്ടീഷൻ പറയാണ് dF1 by dP1 is equal to lambda. അങ്ങനെയാണെങ്കിൽ dF1 by dP1 എന്ന് പറയുന്ന ഈ F1 എന്നുള്ള ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു P1 നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം? ലാംഡയോട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇക്വേഷൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ P1 ഇല്ല, 0 ആണ്. അടുത്തത് P1. ഓക്കെ, ദിസ് ഗോണ ബി ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ഞാൻ മായ്ക്കത്തില്ല കേട്ടോ. ആൻഡ് ദ സെക്കൻഡ് ഇപ്പൊ പറയാൻ പോകുന്നത് dF2 by P2. dF2 by dP2 again which is equal to lambda. അപ്പൊ ഈ ഇക്വേഷൻ ഇപ്പൊ ലാംഡ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആ ലാംഡ നമുക്ക് ചെയ്ത് കിട്ടുന്നത് dF2 by dP2 ആകുമ്പോഴത്തേന് ഇക്വേഷൻ നമ്പർ 2 dF3 by dP3. മകളെ ഇപ്പൊ നോക്കിക്കോ, ഇക്വേഷൻ
വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു P1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയതിനെ ലാംഡയോട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ 1, 2, 3 എന്ന് 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ ഇസ് ഈക്വൽ ടു 6.48 പ്ലസ് 0.00256 P1 ഉണ്ട്. അതിൽ നിന്ന് P1 എന്നൊരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് P2 എന്നൊരു ഇക്വേഷൻ എടുക്കാം. തേർഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് P3 എന്നൊരു ഇക്വേഷൻ എടുക്കാം. ഈ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുന്നത് എന്താണ്? ലാംഡ ബി ദ റിമൈനിങ് ടേം വി ഡിഡ് നോ. അപ്പൊ ആ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫ്രം ഇക്വേഷൻ 1 P1 ഇസ് ഈക്വൽ ടു ഇന്നത്, ഫ്രം ഇക്വേഷൻ 2 P2 ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് കിട്ടുന്നത്, ആൻഡ് ഫ്രം ഇക്വേഷൻ 3 നമുക്ക് P3 എന്നുള്ളത് കണ്ടുപിടിക്കാം. അത് എഴുതി വെച്ചിട്ട് വേണം ബാക്കി സോൾവ് ചെയ്യാൻ പോകുന്നത്. P1, P2, P3 എന്നുള്ളത് മിസ് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 1, 2, 3യിൽ നിന്ന് P1, P2, P3യും കിട്ടി. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിക് ലോ ഡിസ്പാച്ച് ഓഫ് ജനറേറ്റർ ഫോർ എ ടോട്ടൽ ഡിമാൻഡ് ഓഫ് 850 മെഗാവാട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ 850 മെഗാവാട്ട് ആണ് ടോട്ടൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് P1 പ്ലസ് P2 പ്ലസ് P3 is equal to 850 മെഗാവാട്ട്. അതായത് 3 ജനറേറ്ററിന്റെ എന്താണ് സമ്മ മാക്സിമം ഡിമാൻഡ് ആണ് 850. ഇപ്പോ P1 പ്ലസ് P2 പ്ലസ് P3 is equal to 850 മെഗാവാട്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഓൾറെഡി നമ്മൾ ഇവിടെ P1ഉം P2ഉം P3യും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോടാ. ആ P1ഉം P2ഉം P3 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു 850 ആവും. അതിൽ കോമൺ ഉള്ള ടേം ലാംഡയാണ്. അപ്പൊ ആ ലാംഡ കോമൺ എടുത്ത് നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ലാംഡ കണ്ടുപിടിക്കാൻ പോവാ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഞാൻ സോൾവ് ചെയ്തപ്പോ എനിക്ക് ലാംഡയുടെ വാല്യൂ 8.24 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? നമ്മുടെ P1 എന്ന് പറയുന്നത് എന്താന്ന് കണ്ടുപിടിക്കാം, P2 എന്ന് പറയുന്നത് എന്താന്ന് കണ്ടുപിടിക്കാം, P3 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ? എങ്ങനെയാ? നമ്മള് ഈ ലാംഡയുടെ വാല്യൂസ് എടുത്ത് ഇവിടെയുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1ഉം P2ഉം P3യും കിട്ടും. അങ്ങനെ കിട്ടുന്ന P1ഉം P2ഉം P3യും ഒപ്റ്റിമൈസേഷൻ ലിമിറ്റിനകത്താണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ P1, P2, P3യുടെ വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതാം. കാൽക്കുലേഷൻ എഴുതില്ല, ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഇക്വേഷൻ വേണമെങ്കിൽ എഴുതിയിട്ടിട്ട് വാല്യൂസ് എഴുതേ. കൂടാ ഇവിടെ P1ഉം P2ഉം P3യും കിട്ടിയിട്ടുണ്ട്. എല്ലാം മെഗാവാട്ട് വാല്യൂസ് ആണ്. P1ന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 687.5 megawatt. Optimization limit lies in between minimum limit 150 and the maximum limit 600 അല്ലെ. 600 megawatt ആണ്. അപ്പൊ P1ന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 687.5. ദാറ്റ് ഇസ് ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്തിട്ടാണ്. ഏത് ലിമിറ്റിനേക്കാളും? മാക്സിമം ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ഇത് ഒപ്റ്റിമൈസേഷൻ P1 എന്നുള്ള വാല്യൂ എന്താണ്? ഒപ്റ്റിമൈസേഷൻ ലിമിറ്റിനെ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ റേഞ്ചിനെ വയലേറ്റ് ചെയ്തു P1. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഞാൻ എന്നാലും എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അടുത്ത P2 നോക്കിക്കോ. 100.515 മെഗാവാട്ട്. 100.515 മെഗാവാട്ട് വിച്ച് ലൈസ് ഇൻ ബിറ്റ്വീൻ 100 to 400 ആയിരുന്നു P2ന്റെ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റ്. അങ്ങനെ നോക്കുവാണെങ്കിൽ 100.515 വിത്തിൻ ദ റേഞ്ച് തന്നെയാണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് P3 എന്ന് പറയുന്ന 28 മെഗാവാട്ട് ആണ്. നമ്മുടെ ലിമിറ്റ് മിനിമം ലിമിറ്റ് 50, മാക്സിമം ലിമിറ്റ് 200ഉമാ. അപ്പൊ ഈ ലിമിറ്റിനകത്തല്ല, മിനിമം ലിമിറ്റിനേക്കാളും എന്തായി? കുറവാണ്. ബിക്കോസ് 28 മെഗാവാട്ടാ കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ മിനിമം ലിമിറ്റ് 50 മെഗാവാട്ട് ആയിരുന്നു. സോ P1ഉം P3യും എന്ത് ചെയ്തു? തന്നിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ റേഞ്ചിനെ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റ്സിനെ വയലേറ്റ് ചെയ്തു. ഓക്കെ, വയലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി അത് നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതണം. ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ കോടാ. ഇപ്പൊ മിസ് ഇവിടെ എഴുതിയിട്ടേക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ കാൽക്കുലേഷൻ എറൈസ് ചെയ്തോണ്ടാ. അപ്പൊ P1 is equal to 687.5 മെഗാവാട്ട് കിട്ടി. എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ലിമിറ്റ് എഴുതണം. നിങ്ങൾ ഇങ്ങനെ തന്നെ ആൻസർ എഴുതണം, എന്നാലേ മാർക്ക് ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ. ആ ലിമിറ്റ് എന്താണ്? 150 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600. അപ്പൊ എന്ത് ചെയ്തു? P1 ഒപ്റ്റിമൈസേഷൻ റേഞ്ചിനെ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റിനെ വയലേറ്റ് ചെയ്തു. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. P1 violates the optimization range. അടുത്ത P2 is equal to 100.515 megawatt which is in the limit തന്നെയാ. 100 to 400 ആയിരുന്നു P2ന്റെ റേഞ്ച്. So P2 satisfies the optimization range. അടുത്ത P3 is equal to 28 megawatt which is
50 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 ആണ് എന്താ ഒപ്റ്റിമൈസേഷൻ റേഞ്ച് വരുന്നത്. അപ്പൊ P3 ഓൾസോ വയലേറ്റ്സ് ദ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റ് ആണ് അല്ലെ. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദീസ് വയലേറ്റ് ദ ലിമിറ്റ് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ P1ഉം P3ഉം എന്ത് ചെയ്തു, ലിമിറ്റ് വയലേറ്റ് ചെയ്തു. ലിമിറ്റ് വയലേറ്റ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെറ്റ് എ ഫിക്സ്ഡ് വാല്യൂ ഫോർ P1 ആൻഡ് P2. അപ്പൊ ഈ വയലേറ്റ് ചെയ്തതിന് നമ്മളൊരു വാല്യൂ ഫിക്സ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മെഗാവാട്ട് ഒരു ഡിമാൻഡ് ഫിക്സ് ചെയ്യാണ്. അതെങ്ങനെ ഫിക്സ് ചെയ്യും എന്ന് വെച്ചാല്, ഇപ്പൊ P1ന് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 687.5 മെഗാവാട്ട് ആണല്ലോ. അത് തന്നിട്ടുള്ള ലിമിറ്റിൽ മിനിമം റേഞ്ചിനോടാണോ മാക്സിമം ലിമിറ്റിനോടാണോ ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് നോക്കുക. അങ്ങനെ നോക്കുമ്പോ മാക്സിമം ലിമിറ്റ് 600 ആണ്. നമുക്ക് P1 കിട്ടിയത് 687.5 മെഗാവാട്ട് ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഓർ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദിസ് വാല്യൂ ഈസ് ക്ലോസസ്റ്റ് ടു ദി മാക്സിമം ലിമിറ്റ്. അപ്പൊ മാക്സിമം ലിമിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ദ വാല്യൂ ഓഫ് P1 is equal to 600 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ദ വാല്യൂ, സെറ്റ് ദ ഡിമാൻഡ് ഓഫ് P1 is equal to 600 മെഗാവാട്ട് ആണല്ലോ. ഇനി അതുപോലെ ലിമിറ്റ് ഒപ്റ്റിമൈസേഷൻ റേഞ്ച് അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റ് വയലേറ്റ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു, P3 ആയിരുന്നു. P3യുടെ വാല്യൂ എത്രയാണ്, 28 മെഗാവാട്ട് ആണ്. ആ 28 മെഗാവാട്ട് ഇതിൽ ഏതിനോടാണ് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്, മിനിമം വാല്യൂ 50, മാക്സിമം 200. അപ്പൊ മിനിമം വാല്യൂ 50നോട് ക്ലോസസ്റ്റ് ആയിട്ടാണ് 28 മെഗാവാട്ട് നിൽക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ സെറ്റ് ദ വാല്യൂ ഓഫ് P3 ഈസ് ഈക്വൽ ടു 50 മെഗാവാട്ട്. ക്ലിയർ ആണോ? 50 മെഗാവാട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി അത് ഞാൻ എഴുതാം. സെന്റൻസ് പറയില്ല, ഞാൻ എഴുതി പോവാണ്. ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ P1 എന്ന് പറയുന്ന ഇപ്പൊ നോക്കിക്കോ, P1 is equal to 687 കിട്ടിയിട്ടുണ്ട്. അപ്പൊ വിച്ച് ഇസ് ക്ലോസസ്റ്റ് ടു 687.5 മെഗാവാട്ട് ഈസ് ക്ലോസ് ടു എന്തിനോടാണ്, ക്ലോസ് ടു മാക്സിമം ലിമിറ്റ് അല്ലെ, ക്ലോസ് ടു മാക്സിമം ലിമിറ്റ്. Therefore set P1 is equal to എന്താക്കണം, 600 മെഗാവാട്ട്. ക്ലിയർ അല്ലേ? സെറ്റ് P1 is equal to 600 മെഗാവാട്ട്. ഇനി ലൈക്ക് അതുപോലെ P3 നമുക്ക് എത്രയാ, 28 മെഗാവാട്ടാ, ഈസ് ക്ലോസ് ടു 50 മെഗാവാട്ട്, അതായത് മിനിമം ലിമിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, P2 is equal to 28 മെഗാവാട്ട് ഈസ് ക്ലോസ് ടു എന്തിനോട്, ക്ലോസ് ടു മിനിമം ലിമിറ്റ്. മിനിമം ലിമിറ്റിനോട് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സെറ്റ് P2 അല്ല P3 ആണ്. സെറ്റ് P3 is equal to 50 മെഗാവാട്ട്. ക്ലിയർ ആണോ? സെറ്റ് P3 is equal to 50 മെഗാവാട്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ടല്ലോ, എഴുതിയെടുക്കണം. ഞാനിത് റബ് ചെയ്യാൻ പോവാണേ. ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള P1ഉം P3 വാല്യൂസ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാല് മാക്സിമം ഡിമാൻഡ് 850. അപ്പൊ ഈ P1ഉം P3യും വെച്ചിട്ട് മാക്സിമം ഡിമാൻഡ് സെറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് P2 കണ്ടുപിടിക്കാൻ പോകുന്നു. ദാറ്റ് ഈസ് അഗെയിൻ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് P1 പ്ലസ് P2 പ്ലസ് P3 ഇസ് ഈക്വൽ ടു 850 മെഗാവാട്ട്. അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരുന്നു, ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദ സിസ്റ്റം. അപ്പോ P1 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 600 മെഗാവാട്ടും P2 നമുക്ക് അറിയില്ല. സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ P3 50യുമാണ്. അങ്ങനെ ആണെങ്കിൽ 850 മെഗാവാട്ടിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് P2 ആസ് വാട്ട്, 850 മൈനസ് 650 വിച്ച് ഇസ് ഈക്വൽ ടു 200 മെഗാവാട്ട് എന്ന് കിട്ടും അല്ലെ. 200 മെഗാവാട്ട് എന്ന് കിട്ടും. ഇപ്പൊ P2 എന്ന് പറയുന്നത് 200 മെഗാവാട്ട് ആയി. നമുക്ക് എന്ത് ക്ലിയർ ആയി, എന്ത് സെറ്റ് ആയി, നമ്മുടെ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ സിസ്റ്റം P1 പ്ലസ് P2 പ്ലസ് P3 ആഡ് ചെയ്യുമ്പോൾ 850 തന്നെ കിട്ടും. മനസ്സിലായോ? കാരണം നമ്മൾ P1 സെറ്റ് ചെയ്തു 600, P3 സെറ്റ് ചെയ്തു 50, അത് ഇക്വേറ്റ് ചെയ്തപ്പോൾ P2 എന്ന് പറയുന്ന 200 വന്നു. ദാറ്റ് മീൻസ് ആഡ് ചെയ്ത് നോക്കുക, 600 പ്ലസ് 200 പ്ലസ് 50 ഈസ് 850 മെഗാവാട്ട്. ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദ സിസ്റ്റം നമുക്ക് കിട്ടി. പക്ഷേ ഇപ്പോഴും നമ്മുടെ അസംഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന P1 P2 P3നെ ആ ക്ലോസസ്റ്റ് വാല്യൂ ചെക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒപ്റ്റിമൈസേഷൻ ലിമിറ്റിലേക്ക് സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ലിമിറ്റിലെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ P1 P2 P3 കണ്ടുപിടിച്ചത്. അല്ലാണ്ട് അത് ആക്ച്വൽ വാല്യൂ ഓഫ് P1 P2 P3 അല്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് പോകണം. ഇത് ഫോർവേഡ് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ക്ലിയർ, ഇത് കറക്റ്റ് വാല്യൂസ് ആണോ ആക്ച്വൽ വാല്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അഗെയിൻ എന്തിലോട്ട് പോകണം,
ലാംഡ കണ്ടുപിടിക്കണം അല്ലെ, ലാംഡ കണ്ടുപിടിക്കണം. ആ ലാംഡയാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ലാംഡ കണ്ടുപിടിക്കാൻ പോവാ. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇപ്പൊ ഈ പറഞ്ഞത് മിസ് എന്താ പറഞ്ഞ, ഒപ്റ്റിമൈസേഷൻ ലിമിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ റേഞ്ച് തന്നിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഈ എക്കണോമിക് ലോ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഗിവൺ ആണ് ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻസ്. ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 3 കണ്ടീഷൻസ് ആണ്. ഇതുപോലെ സാറ്റിസ്ഫൈ ചെയ്യാണ്ട് വരുമ്പോ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻസ് ചെക്ക് വെദർ, അത് ചെയ്യുന്ന എന്തിനാണ്, ചെക്ക് വെദർ ദ വാല്യൂസ് ആർ കറക്റ്റ് ഓർ നോട്ട് എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കണ്ടീഷൻസ് ആണ്. ആ കണ്ടീഷൻസ് ഞാനിപ്പോ ഇവിടെ ഇടാം, എന്നിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതുവരെ എഴുതിയെടുക്കുക. നെക്സ്റ്റ് ബാക്കി എഴുതിയെടുക്കണേ. നോക്കൂ മക്കളെ, ഇപ്പൊ മിസ് ഇവിടെ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന ഈസി ചെയ്ത്, ഭയങ്കര കാര്യമായിട്ട് ബൈഹാർട്ട് കുത്തിയിട്ട് പഠിക്കാനൊന്നുമില്ല. dFi/dPi is equal to lambda. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ, ന്യൂമറിക്കൽ ചെയ്തു തുടങ്ങിയത് തന്നെ dFi/dPi is equal to lambdaയിൽ നിന്നായിരുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ എന്താണ്, പി ഐ മിനിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഐ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഐ മാക്സിമം നമുക്ക് കിട്ടിയല്ലേ. അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ നെസസറി ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ലൈക്ക് ഇതാണ്, dFi/dPi less than or is equal to lambda for Pi is equal to Pi maximum. Piനെ Pi മാക്സിമം വാല്യൂല് സെറ്റ് ചെയ്യുമ്പോ dFi/dPi, അതായത് ഇപ്പൊ 1 ആണോ 2 ആണോ 3 ആണോ ഏത് ജനറേറ്റർ ആണോ എടുക്കുന്നത്, അതിനെ ആ കിട്ടുന്ന വാല്യൂ dFi/dPi എന്താ മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തില്ലേ, ആ മാക്സിമം വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ലാംഡേനേക്കാൾ എന്തായിരിക്കണം, ലെസ്സർ ആയിരിക്കണം. ലെസ്സർ ആണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്താണ്, കറക്റ്റ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ കറക്റ്റ് ആണ്. അടുത്ത കണ്ടീഷൻ പറയുന്നത് dFi/dPi ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ലാംഡ. ഈ dFi ഇപ്പൊ ഫസ്റ്റ് ജനറേറ്റർ എന്ന് വെച്ചോ, Fi/Pi അല്ല, നമുക്കിവിടെ മൂന്നാമത്തെ ജനറേറ്റർ നമ്മൾ എന്താണ് മിനിമം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിനിമം ലിമിറ്റ് ലൈക്ക് 50 മെഗാവാട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ dF3/dP3 ചെയ്യുമ്പോൾ സെറ്റ് ദ വാല്യൂ ആസ് 50 മെഗാവാട്ട് ഇട്ടിട്ട് പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ലാംഡേനേക്കാൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ആണെങ്കിൽ എന്താണ്, കിട്ടിയിട്ടുള്ള P3യുടെ വാല്യൂ കറക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ കറക്റ്റ് തന്നെയാണ്. എങ്ങനെ അത് വയലേറ്റ് ചെയ്താൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആക്ച്വൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ കണ്ടീഷൻസ് വെച്ചിട്ട് മിസ് ഇപ്പൊ ചെയ്യാൻ പോവാണ്. നമ്മൾ 2 വാല്യൂ P1ഉം P3യുമാണ് നമ്മൾ ആദ്യം ചെയ്ത് കിട്ടിയപ്പോൾ ഈ കിട്ടിയിട്ടുള്ള വാല്യൂസിൽ വയലേറ്റ് ആയിട്ടുള്ളത് P1ഉം P3 ആയിരുന്നു. ബിക്കോസ് ഒപ്റ്റിമൈസേഷൻ റേഞ്ചിനകത്ത് നമുക്ക് വാല്യൂസ് വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുത്തിട്ട് P1നും P3ക്കും മെഗാവാട്ട് അല്ലെങ്കിൽ ഡിമാൻഡ് നമ്മൾ സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത ഡിമാൻഡ് P1 എന്ന് പറയുന്ന 600 മെഗാവാട്ട് ബി ദ മാക്സിമം വാല്യൂ. അപ്പൊ ഈ മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ള Pi ഈസ് ഈക്വൽ ടു Pi മാക്സിമം. ലൈക്ക് P1ന് നമുക്ക് എന്താണ് മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തു. മാക്സിമം വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇസ് വാട്ട്, ഇതാണ് dFi/dPi ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ലാംഡ. dFi/dPi ലാംഡേനേക്കാൾ ലെസ്സർ ആണോ കിട്ടുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ടീഷൻ ആക്കി ചേഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തത് ഫസ്റ്റ് ജനറേറ്റർ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഇതാണ്, dF1/dP1. dF1/dP1 ഇവിടെ ഒരു P1 എന്നുള്ള വാല്യൂ കണ്ടോ, ഈ P1ന് നമ്മൾ എന്ത് കൊടുത്തു, 600 വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാംഡ ആക്ച്വൽ ലാംഡേനേക്കാൾ ലെസ്സർ ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ നമ്മുടെ P1 എന്താണ്, ആ 600 മെഗാവാട്ട് തന്നെയാണ്. മനസ്സിലായോ പറഞ്ഞത്, അത് 600 മെഗാവാട്ട് തന്നെയാണ്. ഞാനിപ്പോ ചെയ്ത് കാണിക്കാം. അതിനു മുന്നേ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അപ്പൊ മിസ്സേ, നമ്മുടെ ലാംഡ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആക്ച്വൽ വാല്യൂ ആണോ? ഈ ലാംഡ ഇട്ട് ചെയ്തപ്പോഴല്ലേ P1ഉം P3യും എന്തായി, വയലേറ്റ് ആയി. അപ്പോ 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരുന്നതിൽ P1ഉം P2ഉം P3 തന്നിട്ടുള്ളതിൽ 2 എണ്ണം വയലേറ്റ് ആയി, ഒരെണ്ണം മാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുമ്പോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത ലാംഡ കറക്റ്റ് ആയിരിക്കോ? അല്ല, കറക്റ്റ് അല്ല. നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ ലാംഡ കണ്ടുപിടിക്കണം. ആക്ച്വൽ ലാംഡ നമ്മളിപ്പോ കണ്ടുപിടിക്കണം. ആ ആക്ച്വൽ ലാംഡ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് എഗെയിൻ ഇവിടുത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇനി അടുത്ത് വരാൻ പോകുന്നത് ആക്ച്വൽ ലാംഡ എങ്ങനെ കണ്ടുപിടിക്കും. ഈ തന്നിട്ടുള്ളതാണോ ആക്ച്വൽ ലാംഡ? അല്ലാതെ ഞാൻ പറഞ്ഞു അല്ലേ ഇത് ആക്ച്വൽ ലാംഡ അല്ല. ആക്ച്വൽ ലാംഡ ആയിരുന്നെങ്കിൽ ഇത്രയും വയലേറ്റ് ചെയ്യില്ല.
അപ്പൊ ഇനി എങ്ങനെ ആക്ച്വൽ ലാംഡ കണ്ടുപിടിക്കും? ആക്ച്വൽ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇത്രയും കണ്ടീഷൻ ചെയ്ത് വന്നപ്പോ ഈ ഒപ്റ്റിമൈസേഷൻ റേഞ്ച് സാറ്റിസ്ഫൈ ചെയ്ത ജനറേറ്റർ ഏതാ? P2 ആയിരുന്നില്ലേ? P2 സാറ്റിസ്ഫൈ ചെയ്തു ബിക്കോസ് വി get the value as 100.515 and its limits are 100 minimum 400 maximum. ആ ലിമിറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു P2. That means P2 satisfied the optimization ranges. So P2 satisfies the condition. അതുകൊണ്ട് നമ്മളിപ്പോ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ dFi/dPi is equal to ലാംഡ എന്നല്ലേ എഴുതിയേക്കുന്നത്. ആ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ജനറേറ്റർ ബിക്കോസ് P2 obeys the or P2 satisfies the optimization limit which is given in the question. Question range ശരിക്കും തന്നിട്ടുള്ളതിൽ സാറ്റിസ്ഫൈ ചെയ്തത് P2 ആയിരുന്നു. അതുകൊണ്ട് ആ P2 എടുത്തിട്ടാണ് ഇപ്പൊ dFi/dPi is equal to ലാംഡ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? dFi/dPi എന്ന് പറയുന്ന dF2/dP2 ചെയ്ത് കിട്ടുന്ന വാല്യൂ ഈസ് ദ ആക്ച്വൽ ലാംഡ. ഓക്കെ, നോക്കാം, ഞാനിപ്പോ ചെയ്ത് കാണിക്കാം. dF2/dP2 at P2 is equal to dF2/dP2 ന്റെ ഇക്വേഷൻ എഴുതിക്കേ. എന്തായിരുന്നു? 7.85. ഞാൻ എഴുതിയിട്ട കണ്ടോ? dF2/dP2 ന്റെ ഇക്വേഷൻ ചെയ്തപ്പോ P2 ന്റെ വാല്യൂ ഏതാ? ഇതാണോ കൊടുക്കാൻ പോന്നേ? ആ സാറ്റിസ്ഫൈ ചെയ്തതാണോ കൊടുക്കാൻ പോന്നേ? അല്ല, നമ്മൾ സെറ്റ് ചെയ്ത് P1ഉം P3യും വാല്യൂ സെറ്റ് ചെയ്ത് ടോട്ടൽ ഡിമാൻഡിനോട് ഇക്വേറ്റ് ചെയ്തപ്പോ P2 എത്ര കിട്ടി? 200 കിട്ടിയില്ലേ? ആ 200 ആണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. തെറ്റിക്കരുതേ. ഇവിടെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ മിസ് പറഞ്ഞു P1ഉം P2 സാറ്റിസ്ഫൈ ചെയ്തില്ല, P2 സാറ്റിസ്ഫൈ ചെയ്തു, അതുകൊണ്ട് P2ന്റെ വാല്യൂ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത് 100 അല്ല. 100 അല്ല, നമ്മൾ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് 850നോട് ഇക്വേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ 3 ജനറേറ്ററിന്റെ മാക്സിമം ഡിമാൻഡ് 850 നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ P1 600, P3 50, P2 അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ 200 അല്ലേ? ആ സാറ്റിസ്ഫൈ ചെയ്ത കറക്റ്റ് വാല്യൂ, ആക്യുറേറ്റ് വാല്യൂ കിട്ടി ആ 200 വേണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ആ 200 വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ P2 is equal to 200 മെഗാവാട്ട്. അതായത് ലൈക്ക് ഇവിടെ നിങ്ങൾ 7.85 plus 0.00388 into 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആ 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് dF2/dP2 is equal to ലാംഡ. ആ വാല്യൂ ആണ് നമ്മുടെ ആക്ച്വൽ ലാംഡ. ക്ലിയർ അല്ലേ? ആക്ച്വൽ ലാംഡ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. നോക്കിക്കോ, ഞാൻ P2ന് 200 സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ലാംഡ കിട്ടി. ലാംഡ ഈസ് ഈക്വൽ ടു 8.626 എന്ന് എനിക്ക് ലാംഡ കിട്ടി. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആക്ച്വൽ ലാംഡ. ഇനി ഈ ലാംഡ ഇട്ടാണ് നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്താ? PI ഈസ് ഈക്വൽ ടു PI മാക്സിമം ഏതിനാ കൊടുത്തേ? മാക്സിമം ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഏതിനാണ്? ഫസ്റ്റ് ജനറേറ്റർ P1നാണ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടീഷൻ എടുക്കാൻ ഉള്ളത് എന്താണ്? dF1/dP1 എടുക്കണം. dF1/dP1 സെറ്റ് P1 is equal to 600 സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ. ഇതല്ല, സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ 600 സെറ്റ് ചെയ്യാം. 600 സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഈ ലാംഡ എന്ന് പറയുന്ന നമ്മുടെ ആക്ച്വൽ ലാംഡ. ഇവിടെ കിട്ടുന്ന ലാംഡയുടെ വാല്യൂ ഈ കിട്ടിയിട്ടുള്ള ലാംഡേനേക്കാൾ, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന വാല്യൂ ഈ കിട്ടിയിട്ടുള്ള ലാംഡേനേക്കാൾ ലെസർ ഓർ ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ കറക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ കണ്ടീഷൻസ് വായിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കണേ. നോക്കോടാ, അപ്പൊ ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് യൂണിറ്റ് 2 എന്ന് പറഞ്ഞിട്ട് സാറ്റിസ്ഫൈ ചെയ്ത കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്ത P2 ആയതുകൊണ്ട് P2ന്റെ dF2/dP2 എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് വാല്യൂ സെറ്റ് ചെയ്തു. ഇതാ 200 മെഗാവാട്ട് സെറ്റ് ചെയ്ത് ലാംഡ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ആക്ച്വൽ ലാംഡ. ഇനി ഈ വാല്യൂ ആയിട്ടാണ് നമ്മൾ ഈ തന്നിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം പറഞ്ഞിട്ടുള്ളത് PI മാക്സിമം സെറ്റ് ചെയ്തിട്ടുള്ള ഏതാണെന്ന് നോക്കുക. ഇപ്പൊ ഞാൻ ആ കണ്ടീഷൻ ഇങ്ങനെ എഴുതാം, റെഡ് തന്നെ എഴുതാം. dFi/dPi less than or is equal to lambda for PI is equal to PI maximum. ഇപ്പൊ നമ്മള് PI is equal to PI maximum വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ള ജനറേറ്റർ ഏതായിരുന്നു? ജനറേറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് ഏതായിരുന്നു? 1 ആയിരുന്നു അല്ലെ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ബിക്കോസ് മാക്സിമം വാല്യൂ സെറ്റ് ചെയ്തത് P1നാണ്. ക്ലിയർ അല്ലേ? P1നാണ് മാക്സിമം വാല്യൂ 600 സെറ്റ് ചെയ്തത്. P3ക്ക് നമ്മള് 50 മിനിമം വാല്യൂ ആണ് സെറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ P1 നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ഈ കണ്ടീഷൻ. ആ കണ്ടീഷൻ പറയുന്ന dF1/dP1 എടുക്കണം. ദാറ്റ് ഈസ് dF1/dP1 at P1 is equal to maximum value 600 ആണല്ലോ. ഇപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും നോക്കിക്കോ. 6.48 plus 0.00256
ഇൻറ്റു P1. P1 ഏതാ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ P1 വാല്യൂ ഏതാ കൊടുക്കാനുള്ള 600 കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 8.06. ഇനി എന്താണ് കണ്ടീഷൻ? dFi/dPi ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ. അതായത് കണ്ടീഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ dF1/dP1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആണോ നോക്കണം. dF1/dP1 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഈസ് 8.016 കിട്ടി. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8.62 അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ 8.62 അല്ലേ? ഈ വാല്യൂ ലാംഡ ആക്ച്വൽ ലാംഡ വാല്യൂവിനെക്കാളും ലെസ്സർ ആണല്ലോ, ലെസ്സർ ആണ് അല്ലേ? 8.0 എന്ന് പറയുന്നത് 8.6നേക്കാളും ചെറുതല്ലേ? ചെറുതായതുകൊണ്ട് എന്തായി? P1 കണ്ടീഷൻ, ഈ കണ്ടീഷൻ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ P1 സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ P1 വാല്യൂ എത്രയാണ്? P1 ഡിമാൻഡ് എത്ര തന്നെയാണ്? 600 തന്നെയാണ്. ഓക്കെ, P1 ഡിമാൻഡ് 600 തന്നെയാണ്. അപ്പൊ P1 = 600 മെഗാവാട്ട് എന്ന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ എഴുതി കാണിക്കാം. മാക്സിമം ഡിമാൻഡ് ഓഫ് P1 = 600 മെഗാവാട്ട് എന്ന് മിസ് ഇവിടെ എഴുതി. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാനുള്ളത്? അടുത്ത കണ്ടീഷൻ dFi/dPi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഫോർ Pi = Pi മിനിമം. മിനിമം വാല്യൂ സെറ്റ് ചെയ്തത് ഏതിനായിരുന്നു? P3ക്കാണ് 50 മെഗാവാട്ട്. ഞാൻ മെഗാവാട്ട് എഴുതിയില്ല അല്ലെ, യൂണിറ്റ്. 3ക്കാണ് നമ്മൾ മിനിമം വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ കണ്ടീഷൻസ് എല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത P3 ചെയ്യാൻ പോവാണ്. അതായത് F3/dP3 ചെയ്ത് ലാംഡയുടെ വാല്യൂ ഗ്രേറ്റർ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. നോക്കൂ, Fi/dPi greater than or is equal to lambda for Pi = Pi minimum. That is എന്താ ചെയ്യാനുള്ള? dF3/dP3 at P3 = minimum 50, which is equal to dF3/dP3 ചെയ്തത് ഇത് 7.97 plus 0.00964 into P3 അല്ലേ? ആ P3 50 കൊടുക്കണം. നമുക്ക് കാൽക്കുലേഷനിൽ കിട്ടിയ വാല്യൂ 8.45 ആണ്. 8.45 ആണോ 8.626 ആണോ ഹയർ? 8.626 ആണ് ഹയർ. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? dFi/dPi കിട്ടുന്ന വാല്യൂ, ആ വാല്യൂ ഇപ്പൊ ഞാൻ എഴുതിയാല് ബ്ലൂ ടൈൽ അപ്പൊ മനസ്സിലാവും. 8.45 കിട്ടി. കണ്ടീഷൻ അത് ഗ്രേറ്റർ ദാൻ 8.626 എന്നാണ്. ആണോ? അല്ല, നോട്ട് ഈക്വൽ അല്ലേ? 8.45 നോട്ട് ഗ്രേറ്റർ ദാൻ 8.626 ബിക്കോസ് 8.626 ആണ് ഹയർ, 8.45 ചെറുതാണ് എന്ന് പറഞ്ഞാൽ എന്തായി? P3 സാറ്റിസ്ഫൈ ചെയ്തില്ല. വിച്ച് മീൻസ് P3 does not obey or P3 does not satisfy the maximum demand value that we set. അല്ലെ, നമ്മൾ സെറ്റ് ചെയ്ത മാക്സിമം ഡിമാൻഡ് വാല്യൂ അത് സാറ്റിസ്ഫൈ ചെയ്തില്ല. അതിന്റെ മീനിങ് P3യുടെ വാല്യൂ 50 മെഗാവാട്ട് അല്ല എന്നല്ലേ? അതിന്റെ വാല്യൂ 50 മെഗാവാട്ട് അല്ല. അപ്പൊ ഇനി അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ടോട്ടൽ സം ഇട്ടിട്ട് ടോട്ടൽ ഡിമാൻഡ് എന്ന് ചെയ്യാൻ പോവാണ്. ഇത് എഴുതിയെടുക്കണേ, കണ്ടീഷൻ എഴുതാം, ഡയലോഗ്സ് എഴുതാം. P3 does not obey its operating conditions. അപ്പൊ നമ്മുടെ തേർഡ് ജനറേറ്റർ P3 എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അഗെയിൻ ടോട്ടൽ ഡിമാൻഡ് ഇട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് P1 + P2 + P3 = 850 മെഗാവാട്ട്. അതില് സാറ്റിസ്ഫൈ ചെയ്തത് ഏതായിരുന്നടാ? P1 കറക്റ്റ് വാല്യൂ 600 തന്നെയാണെന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ആ 600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 600 പ്ലസ് P2 നമ്മൾ സെറ്റ് ചെയ്ത് 200 ഇട്ടിട്ടായിരുന്നു ആക്ച്വൽ വാല്യൂ ഓഫ് ലാംഡ കണ്ടുപിടിച്ചത് അല്ലെ? P2 + P3 = 850 എന്ന് കൊടുത്തു. P3 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സോ ഇതിൽ നിന്ന് P2 + P3 എന്ന് പറയുന്നത് 850 - 600 വിച്ച് ഇസ് ഈക്വൽ ടു 250 മെഗാവാട്ട് എന്ന് നമുക്ക് കിട്ടും. കിട്ടിയോ? ഇപ്പൊ P2 + P3 എന്ന് പറയുന്നത് 250 മെഗാവാട്ട് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. തിങ്ക് ചെയ്തേ, എങ്ങനെ P2 P3 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും? അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, എന്ത് ചെയ്യണം? ഈ P2 P3 ഈ ഇക്വേഷൻസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? ലാംഡ കണ്ടുപിടിക്കണം. അഗെയിൻ അടുത്ത ലാംഡ വാല്യൂ കണ്ടുപിടിക്കണം. സോ ചെയ്യാമോ? ഞാൻ ചെയ്തു കാണിക്കാം.
P2 from equation 5 P2 from equation 6 using equation 5 and 6 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചാലോ equation 5 and 6 അപ്പോ ഞാൻ എഴുതിയിട്ട് കാണിക്കേ 5ഉം 6ഉം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ലാംഡയുടെ വാല്യൂ 8.58 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ലാംഡയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഈ ലാംഡ എടുത്ത് P2ലും P2ന്റെ ഈ ഇക്വേഷനിലും ലാംഡ എടുത്ത് P3ന്റെ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ P2ന്റെയും P3ന്റെയും ഡിമാൻഡ്. ചെയ്താലോ? കുറേ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ, ഒരേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കൺക്ലൂഷൻ എത്തുന്നത് ലിമിറ്റിനകത്തുള്ള വാല്യൂസ് ഡിമാൻഡ് വേണം എന്ന് മാത്രമാണ്. അപ്പൊ അതിനു വേണ്ടി ഈ DFI/DPI പിന്നെ ലാംഡ അതെടുത്ത് P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഗെയിൻ DFI/DPI ലാംഡ അതെടുത്ത് PI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ തിരിച്ചും മറിച്ചും അങ്ങനെ ഐട്രേഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. ഐട്രേഷൻ ആണ്. ഈ ഐട്രേറ്റ് ചെയ്ത് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ തല പുകയുന്ന വലിയ സംഭവമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ 10 to 12 മാർക്സിനകത്ത് ചോദിക്കുന്ന essay ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉറപ്പായിട്ട് ഈ 19th എക്സാമിനുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കാണ്ട് പോവല്ലേ. P2 is equal to lambda minus 7.85 divided by 0.00388, that is 8.58 minus 7.85 divided by 0.00388, that 188.144 megawatt എന്ന് P2 കിട്ടി. ഇത് ലിമിറ്റ് അല്ലേ? 100 to 400 അല്ലേ P2ന്റെ ലിമിറ്റ്? ആ റേഞ്ചിനകത്തുള്ള വാല്യൂ അല്ലേ? അപ്പോ P2ന്റെ ലിമിറ്റ് കിട്ടിയല്ലോ. P1 ഓൾറെഡി 600 നമ്മൾ ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. P1 600 മെഗാവാട്ട്, അത് ഞാൻ എഴുതിയില്ല അല്ലെ. ഈ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു P1. P2 കിട്ടി. അപ്പൊ P2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന P3 എന്തായിരിക്കും? ഒബ്വിയസ്ലി കറക്റ്റ് ആയിരിക്കും. സോ P3 നോക്കാം. P3 equal to P3 കിട്ടി 63.27 megawatt, which lies in between the minimum to maximum range of P3 അല്ലെ. മിനിമം 50ഉം മാക്സിമം 200ഉം അതിനിടയ്ക്കല്ലേ 63.27 വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ P1ഉം P2ഉം P3യും നമുക്ക് എന്ത് ചെയ്തു? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 850 മെഗാവാട്ടിനകത്ത് കിട്ടും. P1 600ഉം P2ന്റെ 188.144ഉം P3യുടെ 63.27ഉം കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ 850യുടെ അകത്ത് ക്ലോസ് ആയിട്ട് കിട്ടും. ഓക്കെ, അത്രയും സൈഡിൽ ഞാൻ എഴുതിയിട്ടിരുന്ന വാല്യൂസ് എല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് കൺക്ലൂഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഇനി കൺക്ലൂഷൻ ആയിട്ട് നിങ്ങൾ എഴുതാനുള്ളത് ഇവിടെ കൺക്ലൂഷനും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വൽ വാല്യൂസ് ഓഫ് മാക്സിമം ഡിമാൻഡ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് 850 കിട്ടുമെന്നും പറഞ്ഞു. അപ്പൊ ഇതാണ് എക്കണോമിക് ലോ ഡിസ്പാച്ചിന്റെ ന്യൂമറിക്കല്. ഇനി ലാംഡ ഇറ്ററേഷന്റെ ഒരു ന്യൂമറിക്കലും കൂടി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എന്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ. ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് ഇട്ടാലും മതി. താങ്ക് യു.